ഇതെന്താ എന്ത് മരുന്നായി കഴിക്കുന്നേ? ഇത് മരുന്നല്ല, omega-3 ആ. ഇതൊരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റാ. എസെൻഷ്യൽ ന്യൂട്രിയൻസ് വെച്ചാൽ അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് ആണ് എസെൻഷ്യൽ. പക്ഷെ അത് നമുക്ക് ബോഡി സ്വയം പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ പുറത്തുനിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? omega-3ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. BP കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനെ ക്ലെൻസ് ചെയ്യാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈവൻ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെ എഫക്റ്റീവാണ്. ഈ ഡിപ്രഷൻ, സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കും. ഐ ഹെൽത്തിന് നല്ലതാണ്. നമ്മുടെ മെമ്മറി പവർ കൂട്ടും. ക്ഷീണം, അതുപോലെ മസിൽ പെയിൻ, ജോയിൻറ്റ് പെയിൻ, മസിൽ വീക്ക്നെസ്, ഒരു നീർക്കെട്ട്, ശരീരത്തിൽ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ വളരെ യൂസ്ഫുൾ ആണ് omega-3. ഇതൊക്കെ എല്ലാവരും കഴിക്കുമോ? ഇപ്പോൾ എല്ലാവരും കഴിക്കും. നിനക്ക് പുറത്താരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചു. അവിടെ ഡെയിലി ബേസിൽ എല്ലാവരും ഇത് കഴിക്കും. അപ്പൊ ഇത് ഏത് ഫുഡിലാണ് ഇതുള്ളത് omega-3? മെയിനായിട്ട് നമുക്ക് ഫിഷ് ഇല്ലേ, ഈ ചാള, അയില അങ്ങനെയുള്ള ഫിഷിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പൊ ഞാൻ വെജ് ആണല്ലോ, എനിക്ക് എങ്ങനെ ഇത് കിട്ടും? പിന്നെ വെജിലും ഉണ്ട്. നമുക്ക് 2 തരത്തിലുള്ള omega-3 ഉണ്ട്. വെജ് omega-3 ഉണ്ട്, നോൺ വെജും ഉണ്ട്. വെജിൽ വാൾനട്ട്, അതുപോലെ ഫ്ലാക്സ് സീഡ്, കെനോള, ബട്ടർ ഫ്രൂട്ട് അങ്ങനെയുള്ള സോയിലൊക്കെ നമുക്ക് omega-3 കാണുന്നുണ്ട്. അപ്പോൾ വെജുകാർക്ക് നമുക്ക് ആ ഒരു സോഴ്സ് എടുത്താലും മതി. അപ്പൊ വെജ് ആണോ നോൺ വെജ് ആണോ നല്ലത്? നോൺ വെജ് ആണ് ഏറ്റവും നല്ലത്. കാരണം വെജിനേക്കാളും നോൺ വെജിനാണ് നമുക്ക് അബ്സോർപ്ഷൻ റേറ്റ് കൂടുതൽ. അപ്പൊ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്? 1000 mg ആണ് പെർ ഡേ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഫിഷുകൾ കുറേ വെറൈറ്റി ഫിഷ് ഓയിലും അവൈലബിൾ ആണ്. വാങ്ങുമ്പോഴും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം.